ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അത് തീവ്രവാദത്തിലേക്കോ അതിരുവിട്ട രൂപത്തിലേക്കോ ഒരു കാലത്തും ഇത് പോയിട്ടില്ല. പക്വമായ അവധാനതയോടുകൂടി എന്താണോ ഖുർആനും ഹദീസും പറയുന്നത് അത് കൃത്യമായി അതുപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അമിതത്വത്തിലേക്ക് നീണ്ടുപോകാതെ അതേപോലെ തന്നെ ഒരു നിഷേധ പ്രവണതകളിലേക്ക് ചാഞ്ഞു പോകാതെ ഒരു വസത്തിയായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടക്കുള്ള നിലപാട് എന്നതല്ല. അല്പം അസത്യവും അല്പം സത്യവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മധ്യമ നിലപാട് എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വസത്തിയായ നിലപാടെന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ നിലപാട് എന്നതാണ്. ആ പ്രമാണങ്ങളുടെ നിലപാടാണ് ഏറ്റവും വസത്തിയായ മധ്യമമായ നിലപാട്. ആ നിലപാടാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംഘടിതമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ ദൂഷ്യങ്ങളുണ്ടോ ആ ദൂഷ്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കി സംഘടിത പ്രവർത്തനത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ സലഫി പ്രബോധനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിന്റെ ഒരു പരീക്ഷണം തന്നെയാണ് ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ സംഘടിതമായി നടക്കുകയും ഇത്രയും പ്രവിശാലമായ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പടർന്ന് പന്തലിക്കുകയും അത് വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ആ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ സംഘടനയെയും സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില ആളുകൾ പ്രവർത്തനിക്കാൻ ഈ സംഘടനയെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ ഇല്ല, അതിന് സമ്മതിക്കുകയില്ല. ആ കൂട്ടായ്മ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പണ്ട് KP മുഹമ്മദ് മൗലവി വരെയുള്ള നമ്മുടെ ദീർഘദൃക്കുകളായ പണ്ഡിതന്മാർ എങ്ങനെയാണോ ഈ സംഘടിത പ്രബോധന ശൈലിയെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് അതേ രൂപത്തിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുതിർന്നവരും യുവാക്കളും വിദ്യാർത്ഥികളും തോളൊരുമ്മി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ പ്രവർത്തനത്തിന്റെ കണ്ണിയിൽ നമ്മൾ കണ്ണികളാവുക, നമ്മൾക്കറിയുന്ന അറിവുകൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അതിന് ഇത്തരം സമ്മേളനങ്ങൾ പൂർണ്ണമായി നമ്മൾ ശ്രവിക്കുക, സംശയങ്ങൾ തീർക്കുക, ഇവിടെയുള്ള CD-കൾ കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക. ഈ കപ്പക്കൽ പ്രദേശത്തുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു സുവർണാവസരമായി നിങ്ങൾ കണ്ട് ഈ കാര്യങ്ങൾ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ഏത് സമയത്താണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായി ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമ്മൾ കഴിയുന്നത്ര ക്ലിയർ ചെയ്തുകൊണ്ട് തീരുമാനമാക്കിക്കൊണ്ട് മരിച്ചു പോകാൻ നമുക്ക് കഴിയണം. അതിനെ കേൾക്കാൻ തുറന്ന മനസ്സോടുകൂടി നമുക്ക് സാധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഈ പരിപാടി ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏതാനും ദുർബലരായ ചില പ്രവർത്തകന്മാരാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇത്രയും നല്ല ഒരു പന്തലും സൗകര്യങ്ങളും ഒക്കെ അവരുണ്ടാക്കിയത് അവരുടെ പരിമിതമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും അവരെ നന്നായി ഒന്ന് സഹായിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു പരിപാടിയുടെ ചിലവിന് വേണ്ടി നിങ്ങളെ ഇവിടുത്തെ സംഘാടകന്മാർ സമീപിക്കും. അത് സമീപിക്കുന്ന സന്ദർഭത്തിൽ കാര്യമായി തന്നെ നിങ്ങൾ അവരെ സഹായിക്കണം. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടുന്ന നല്ല മനസ്സുള്ള നല്ല ഹൃദയമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംഭാവനകൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിജയിച്ചു പോകുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രബോധകന്മാരും അതിന്റെ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ഒരിക്കലും കൂലിക്ക് ജോലി ചെയ്യുന്നവരല്ല, ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരല്ല. ഇതൊരു ബാധ്യതയായി, ഇതൊരു സേവനമായി കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച വിഹിതത്തിൽ നിന്ന് ഒരു വിഹിതം എപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കണം. അതുകൊണ്ട് നിങ്ങളടുക്കൽ അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേദനയുള്ള വിഹിതം എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ നമ്മൾ ബക്കറ്റിലേക്ക് ഇട്ടാൽ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നൂല, കാരണം അത് പോയതായിട്ട് തോന്നൂല. പക്ഷെ ആ നോട്ട് അല്പം ഒരു 500 1000 ഒക്കെ ആയി മാറിയാൽ ഇന്ന് രാത്രി ചെല്ലുമ്പോ ഒരു തപ്പലുണ്ടാവും, എവിടെ ഒരു കാശ് പോയല്ലോ. അങ്ങനത്തെ ഒരു കാശ് ഇടണമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. അതല്ല എങ്കിൽ നമ്മൾ ആ ബക്കറ്റിൽ കുറെ കാശിട്ടുണ്ടാവും, പക്ഷെ കാര്യം അവിടെ നടക്കൂല, പിരിവ് അവിടെ നടന്നു എന്ന് നമുക്ക് തോന്നും ചെയ്യും. അത് നല്ല മനസ്സോടുകൂടി ഇടണം. ഇവിടെ മാത്രമല്ല ഞാൻ പറയുന്നത്, എവിടെ കാശ് ചെലവാക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം പറയാനുള്ളത് എന്താ അറിയോ? 5 പൈസ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നത് നാളെ പരലോകത്ത് കിട്ടണം എന്ന മനസ്സോടുകൂടി തന്നെ ആകണം. അതല്ല ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയോ ഒരാളും ചെയ്യരുത്. അപൂർവ ആളുകൾ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ, ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ സഹകരിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹകരിക്കും. എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞാൽ പറയും, എന്ത് എന്റെ 500 രൂപ പോയി അറിയും. അതായത് പോയി എന്നാണ് പറയും. ആ പോയി എന്ന് പറഞ്ഞാൽ പോയി തന്നെ അതിന്റെ അർത്ഥം.
പോണ പൈസ നമ്മൾ കൊടുക്കുന്നത് കിട്ടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ മാർഗത്തിൽ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അതൊരിക്കലും എന്തല്ല, പോവുകയല്ല, നഷ്ടപ്പെടുകയല്ല എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അത് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഉണ്ടാകണം. സഹോദരങ്ങളെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ചുരുക്കം, മതപരമായ കാര്യങ്ങൾ ഒരിക്കലും തന്നെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. കാരണം ഏത് സമയത്തും അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കും. ആ വിളിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായി നമ്മുടെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഒരു ഭദ്രമായ ഒരവസ്ഥ നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. അതിന് ഇത്തരം സംവിധാനങ്ങളും അതുപോലെ തന്നെ സമ്മേളനങ്ങളും നമ്മൾ പൂർണ്ണമായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു സുവർണാവസരമാണ് എന്ന് ഈ നാട്ടുകാർ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈ കാലം എന്ന് പറയുന്നത് വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഒരു കാലമാണ്. പണ്ട് കാലത്ത് ഖുർആനും ഹദീസും അതുപോലെയുള്ള പ്രഭാഷണങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ തീരുമാനമെടുത്താൽ മതി, പഠിക്കണം, മനസ്സിലാക്കണം എന്നൊരു തീരുമാനമെടുത്താൽ മതി. തീരുമാനമെടുത്താൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർഗം, ആ മാർഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ചില ആളുകൾക്ക് വായിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും, കണ്ണിന് പ്രയാസം ഉണ്ടാവും, കണ്ണിന് വെള്ളം വരുന്ന അവസ്ഥ ഉണ്ടാവും. അയാൾ വായിക്കണ്ട, കേൾക്കാൻ പറ്റുന്ന മാർഗമുണ്ട്, ഇഷ്ടം പോലെ കേൾക്കാൻ. അത് വീഡിയോ ആയിട്ടും MP3 ആയിട്ടും കേൾക്കാനുള്ള മാർഗമുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് കേൾക്കുക എന്നുള്ളത് പ്രയാസമാണ്, എന്നാൽ വായിക്കാനുള്ള പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ചിലവർക്ക് വീട്ടിൽ അതിനുള്ള സമയമില്ല എന്നതാണ് പ്രശ്നം. പക്ഷേ മണിക്കൂറുകളോളം നമ്മുടെ കടയിലേക്കോ സ്ഥാപനത്തിലേക്കോ ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. സ്വന്തം കാറിൽ 1 മണിക്കൂർ അങ്ങോട്ടും 1 മണിക്കൂർ ഇങ്ങോട്ടും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ യാത്ര ചെയ്യുമ്പോൾ എന്ത് തീരുമാനിക്കുക? 40 പ്രസംഗങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ 50 പ്രസംഗങ്ങൾ അടങ്ങുന്ന MP3 CD-കളുണ്ട്. ആ ഒരു CD നമ്മൾ നമ്മളെ കാറിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രസംഗം കേൾക്കാൻ പറ്റും, ഇങ്ങോട്ട് പോരുമ്പോഴും ഒരു പ്രസംഗം കേൾക്കാൻ പറ്റും. അപ്പൊ എന്തായി? ഒരു 10 ദിവസം കൊണ്ട് 20 പ്രസംഗം നമുക്ക് കേൾക്കാം. 20 പ്രസംഗം, 20 ഖുതുബ അല്ലെങ്കിൽ 20 ക്ലാസ്. എത്ര വിവരങ്ങൾ നമുക്ക് കിട്ടും? ഏത് സമയത്താണോ, ട്രെയിനിലാകട്ടെ ബസ്സിലാകട്ടെ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, ആ നെറ്റും സൗകര്യവും സംവിധാനവുമുള്ള ഫോണുകളിൽ ഏത് വിവരവും നമുക്ക് ലഭിക്കും. അപ്പൊ വിവരങ്ങൾ ലഭിക്കാൻ പഴയ തലമുറയെക്കാളും ഏറ്റവും നല്ല മാർഗമുള്ള, സന്ദർഭമുള്ള, സൗകര്യമുള്ള ഒരു തലമുറയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് കൂടുതൽ ചോദിക്കും. നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. കണ്ടില്ലെന്ന് പറയാൻ കഴിയില്ല, കേട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ദീന് പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ മാത്രമേ കൺഫ്യൂഷനുകൾ അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിലെന്തോ ഒരു സത്യമുണ്ടല്ലോ എന്ന രൂപത്തിൽ ആളുകൾ ആ രൂപത്തിൽ കേറിപ്പോകുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഇതിനുവേണ്ടി അനവധി സംവിധാനങ്ങൾ നമ്മുടെ സംഘടനാ രംഗത്ത് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും ഉന്നതമായ ഒരു സംവിധാനമാണ് ജാമിയ അൽ ഹിന്ദ് എന്ന പേരിൽ ഇപ്പോൾ പെരിന്തൽമണ്ണക്കടുത്ത് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ സ്ഥാപനം. അതൊരു കേവലം അറബി കോളേജ് അല്ല, മറിച്ച് ഖുർആനും സുന്നത്തും ആ സലഫുകളുടെ മാർഗം അവലംബിച്ചുകൊണ്ട് പഠിക്കാനും പകർത്താനും അതാളുകളെ പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനു വേണ്ടി രൂപകൽപ്പന നടത്തിയിട്ടുള്ള ഒരു വലിയ സംരംഭമാണ്. ഇപ്പോൾ അത് താൽക്കാലികമായി തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ മറ്റു പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതൊരു പ്രസംഗത്തിൽ അവസാനിപ്പിക്കുകയല്ല, ഒരെഴുത്തിൽ അവസാനിപ്പിക്കുകയല്ല. പ്രായോഗികമായ പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രകടമായ മാർഗമാണ് ഒന്ന് ജാമിയ അൽ ഹിന്ദ് എന്ന സ്ഥാപനം. അൽഹംദുലില്ലാ, അത് തുടങ്ങിക്കഴിഞ്ഞു. ഈ അറബി കോളേജുകളിലെ മിക്കവാറും അറബി കോളേജുകളിലെല്ലാം അഡ്മിഷൻ പ്രയാസത്തിലായി നിൽക്കുന്ന സമയത്താണ് എവിടെയാണ് നിങ്ങളുടെ കോളേജ് തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇന്ന സ്ഥലത്താണെന്ന് മറുപടി പറയാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ കടപ്പുറം സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ചു, ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു അനൗൺസ്മെന്റ് മാത്രം. അത് മലപ്പുറം ജില്ലയിലായിരിക്കുമെന്ന് മാത്രമേ പറഞ്ഞതുള്ളൂ. ഇന്ന സ്ഥലത്തെന്ന് പറയാൻ സാധിക്കാതിരുന്നത് ഏതാണ് സ്ഥലമെന്ന് നിശ്ചയിക്കാൻ ആ സമയത്ത് കഴിയാത്തത് കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ആളുകൾ അതൊന്നും ചോദിച്ചില്ല. എവിടെയാണെങ്കിലും എന്റെ കുട്ടിയെ അതിലെടുക്കണം എന്ന ആവേശത്തോടുകൂടി ആളുകൾ ആവശ്യപ്പെടുകയും ഇന്നതാ മിക്കവാറും അറബി കോളേജുകളൊക്കെ കുട്ടികളെ കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോഴും അത് ഗംഭീരമായ രീതിയിൽ 100-200ഓളം കുട്ടികളെ കൊണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ അത് പറയാൻ കാരണം അങ്ങനെയുള്ള പഠന മാധ്യമങ്ങൾക്ക് പ്രത്യേകമായ മാർഗം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതേപോലെ തന്നെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ,
QHLS എന്ന് പറയുന്ന സംവിധാനം. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, മീനങ്ങാടിയിൽ നമ്മൾ കണ്ടു, ആ കണ്ട പഠിതാക്കളും പ്രവർത്തകന്മാരും ഇപ്പോഴതാ ഒരുപാട് പ്രദേശങ്ങളിൽ അതിന്റെ ശാഖകൾ, അതിന്റെ ബ്രാഞ്ചുകൾ ഇപ്പോൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് QHLSന്റെ ക്ലാസുകൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ അത് ആരംഭിക്കുവാൻ, അത് തുടങ്ങുവാൻ, അതിന് പണ്ഡിതന്മാരെ ക്ഷണിക്കാനും, അതിന് ലഘുലേഖ പ്രിന്റ് ചെയ്തുകൊണ്ട് വീടുകളിൽ പോയി ആളുകളെ ക്ഷണിക്കാനും, അങ്ങനെ ആഴ്ചയിൽ 1 മണിക്കൂർ കുടുംബസമേതം ആ ക്ലാസ്സിൽ ആരാണോ ലഘുലേഖ വിതരണം ചെയ്തത് അവനും അവന്റെ കുടുംബവും ഒന്നാമതായി അതിലിരിക്കണം. അങ്ങനെ ഓരോരുത്തരും അതിലിരുന്ന് ദീനിയായി പഠിക്കാനുള്ള ആ QHLS എന്ന് പറയുന്ന സംവിധാനത്തെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം ഈ സമ്മേളനം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്നതാണ്. അതോടൊപ്പം തന്നെ മാസത്തിൽ ഒരിക്കൽ പ്രത്യേകമായ ടൗണുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഓഡിറ്റോറിയങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ISMന്റെ കീഴിലുള്ള വിജ്ഞാനവേദി എന്ന് പറയുന്ന പ്രത്യേക പഠന പരിപാടി. ആ വിജ്ഞാനവേദി ഓരോ വിഷയങ്ങൾ വെച്ചുകൊണ്ട് വിഷയാധിഷ്ഠിതമായ ആളുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് കൂടി ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠന പരിപാടിയാണ്. അതുപോലെ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് യുവാക്കൾ ലഹരിയിലാണ്, മദ്യത്തിലാണ്, അതുപോലെയുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങളിലാണ്. സ്ത്രീ പീഡനത്തിന്റെ കണക്കുകൾ ഇന്ന് സ്റ്റേറ്റ് ബ്യൂറോവും റെക്കോർഡ് ബ്യൂറോയും അതുപോലെ തന്നെ നാഷണൽ റെക്കോർഡ് ബ്യൂറോയും ഒക്കെ നടത്തിയ കണക്കുകൾ പ്രകാരം കേരളം 2ാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്നാണ്. സ്ത്രീ പീഡനത്തിന്റെ വിഷയത്തിൽ, പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ ആസാമാണ് 1ാം സ്ഥാനത്തെങ്കിൽ കേരളം 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മൾ നാണിച്ചു പോവുകയാണ്. പ്രബുദ്ധതയുള്ള വിദ്യാഭ്യാസമുള്ള കേരളം എന്തുകൊണ്ട് ഇത് 2ാം സ്ഥാനത്ത് എത്തിപ്പെട്ടു എന്ന ചോദ്യത്തിന് നമ്മൾ എല്ലാവരും മറുപടി പറയേണ്ടതുണ്ട്. അതേ 25-30 വയസ്സ് പ്രായമുള്ള യുവാക്കളും ചെറുപ്പക്കാരികളും ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് 15 വയസ്സുകാരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മദ്യത്തിനടിമയാകുന്ന കുട്ടികളുടെ പ്രായം 12 വയസ്സിലും താഴ്ന്നു വന്നിരിക്കുന്നുവെന്ന് പറയുമ്പോൾ 9ാമത്തെ വയസ്സിൽ അവർ മദ്യം രുചിച്ചു തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ് ആ കുട്ടികൾക്ക് തിരിച്ചു പിടിക്കാനുള്ള മാർഗം? അവിടെയാണ് MSM നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ അഥവാ CRE എന്ന പേരിലുള്ള പ്രത്യേകമായ പഠന പരിപാടികൾ. നിങ്ങളുടെ മക്കൾ അത്തരം ക്ലാസുകളിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ അത്തരം ക്ലാസുകളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെയുള്ള കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ വിജ്ഞാനവേദികൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, അതോടൊപ്പം തന്നെ പ്രമുഖരായ സലഫി പണ്ഡിതന്മാരുടെ കിതാബുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മജ്ലിസുൽ ഉൽമുകൾ, ഇതെല്ലാം തന്നെ വിജ്ഞാന വിസ്ഫോടനത്തിന് വേണ്ടി, വിജ്ഞാനം ആളുകൾക്ക്, സാധാരണക്കാർക്ക് നൽകുന്നതിന് വേണ്ടി നമ്മൾ സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ്. എന്നാൽ ഈ സംവിധാനങ്ങളൊന്നും വിജ്ഞാനം നുകരുന്നതല്ല. വിജ്ഞാനമാകണമെങ്കിൽ എവിടെയെങ്കിലും നാടുകളിൽ പോയി ഒരു പണ്ഡിതന്റെ അടുക്കൽ പോയി അവിടെ താമസിച്ച് പഠിച്ച് അങ്ങനെ വന്നാൽ മാത്രമേ ഇസ്ലാമിക വിജ്ഞാനമാവുകയുള്ളൂ. നാട്ടിൽ നടക്കുന്ന QHLS ആണെങ്കിലും വിജ്ഞാനവേദിയാണെങ്കിലും അതുപോലെയുള്ള പഠന പരിപാടികളാണെങ്കിലും അതൊന്നും ഒരു ഇസ്ലാമിക പഠനമാവുകയില്ല എന്ന ഒരു ധാരണയോടുകൂടി ഇതിനെയൊക്കെ ചെറുതാക്കി കണ്ടുകൊണ്ട് ഒരു 10 വർഷം മുമ്പ് സംഘടന വേണ്ട എന്ന് പറഞ്ഞു പോയ ഒരു വ്യക്തിയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിരുന്ന ചില ആളുകളും അങ്ങനെയുള്ള പ്രചാരണങ്ങളും നടത്തുന്നുണ്ട്. അവരും നന്മയല്ല ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ഖുർആനും സുന്നത്തും സഹീഹായ ആ കൃത്യമായ മാർഗത്തിൽ സംവിധാനിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പഠന പരിപാടികൾ അതിനെ ചെറുതാക്കി കാണിക്കുന്നത് ഒരിക്കലും നന്മ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വെല്ലുവിളികൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള നേരായ വഴിയിൽ നേർക്കുനേരെ മുന്നോട്ട് പോകുവാനുള്ള കരുത്തും കഴിവും കാര്യബോധവും ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും നമുക്കുണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ പ്രഭാഷണം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും നമ്മുടെ പരലോകത്തിന്റെ വിഷയം